നമ്മൾ പറയുമല്ലോ ഈ ഒരാളിൻ്റെ നിയോഗം അല്ലെങ്കിൽ സ്വധർമ്മം എന്നൊക്കെ പറയുന്നത് എന്തോ ശരിക്കും? നമ്മുടെ വാസനയെ നിറവേറ്റുന്ന ഫുൾഫിൽ ചെയ്യുന്ന കർമ്മമാണ് സ്വധർമ്മം. ജോഷോ എന്ന് പറഞ്ഞൊരു സെൻ സന്യാസി ഒരു മഞ്ഞുള്ള ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ താമസിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് അവിടേക്ക് വഴിതെറ്റി മാത്രമേ ആളുകൾ വരാറുള്ളൂ. ഒരു ദിവസം ഒരു പൈപ്പ് കച്ചവടക്കാരൻ അത് വഴി വന്നു. അപ്പോൾ ചായ കൊടുത്തപ്പോൾ നല്ല ചൂടുള്ള ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അയാൾ അത് കുടിച്ചു. വളരെ സന്തോഷത്തോടു കൂടി അയാൾ പൈപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തെ കൊണ്ട് വലിപ്പിക്കുകയും ചെയ്യും. ഒരു പൈപ്പ് കൊടുത്തിട്ട് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒന്നുകൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പോയത്. ജോഷോ ഒറ്റയ്ക്കിരുന്ന് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന് ഭയങ്കര സുഖം തോന്നി. അപ്പോൾ തന്നെ ആ പൈപ്പ് ദൂരേക്ക് വലിച്ചു. ഇനിയും ഇത് കിട്ടാതെ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമമുണ്ടാകും. ചൈനീസ് ജ്യോതിഷത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളായിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വഴിതെറ്റി വന്ന ഒരാളുടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. തൻ്റെ ഗുരുവിനുള്ള ഒരു ലെറ്റർ എഴുതിയിട്ട് ഇയാളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ലെറ്റർ കൊടുക്കുന്ന സമയം നോട്ട് ചെയ്ത് വെക്കണം. തിരിച്ച് ഇതുവരെയാണല്ലോ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഒരു ലെറ്റർ അങ്ങോട്ട് ഒരു പേപ്പറിനകത്തൊരു സംഭവം എഴുതി, ഒരു ഡേറ്റും ടൈമും എഴുതി ഈ വന്ന ആളുടെ കൊടുത്തു. എന്നിട്ട് തുറന്നു നോക്കില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇത് കൊണ്ട് കൊടുത്ത ഡേറ്റും ടൈമും എന്നാണെന്ന് ചോദിച്ചു. ഇനി കയ്യിൽ തന്നിരിക്കുന്നത് തുറന്നു നോക്കാൻ പറഞ്ഞപ്പോൾ കൃത്യമാണ്. ഇത് ലെറ്ററിന് ഗുരുവിന് കൊടുത്ത ടൈമും ഡേറ്റും കൃത്യം. ഇതിനകത്തൊരു ഭയങ്കര രസം തോന്നി. ആ ജ്യോതിഷത്തിൻ്റെ പരിപാടി കംപ്ലീറ്റ് നിർത്തി. കാരണം ഇനി ഇതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വരും. അതിനുശേഷം സെൻ കവിതകളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി. ഒരു ദിവസം ഗുരു ചോദിച്ചു, നീ ഭയങ്കരമായിട്ട് കവിതയൊക്കെ എഴുതുന്നുണ്ടെന്ന് കേട്ടല്ലോ, നിന്റെ ഒരു കവിത കേൾക്കട്ടെ. അദ്ദേഹം വളരെ മനോഹരമായി തൻ്റെ ഒരു കവിത ചൊല്ലി. ഗുരു പറഞ്ഞു, ഗംഭീരമായിരിക്കുന്നു, ഇത്രയും മനോഹരമായിട്ടുള്ള കവിത ഞാൻ ഇതിനോട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അതിലൊരു അഭിമാനം തോന്നി. ആ നിമിഷം കവിത എഴുത്തും നിർത്തി. അദ്ദേഹത്തിൻ്റെ സ്വധർമ്മമായിട്ട് അദ്ദേഹം കണ്ടത് വഴിതെറ്റി ആളുകൾ അവിടെ വരുമ്പോൾ അവരെ രക്ഷിക്കുക. അപ്പം ഈ ദൈവകത്യ വന്നു ചേർന്ന ഒരു സംഭവം അതാണ്. ആ മനുഷ്യൻ്റെ അവിടെ വന്നിരിക്കുക, അവിടെ വരുന്ന ആൾക്കാർ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുക്കും ആളുകൾ സന്തോഷം കൊണ്ട്. എല്ലാം കിട്ടും അയാൾക്ക് അവിടെ ഇരുന്ന്. മറ്റുള്ളവർക്ക് കൂടെ ബെനിഫിറ്റ് വരുന്ന, എന്നാൽ നമുക്ക് സന്തോഷം തരണം, നമുക്ക് ഏറ്റവും സന്തോഷം തരണം നമ്മുടെ യഥാർത്ഥത്തിലുള്ള കർമ്മം. അതാണ് നമ്മുടെ സ്വധർമ്മം.